കളങ്കാവൽ കണ്ടു. ഡയറക്റ്റഡ് ബൈ ജിതിൻ കെ ജോസാണ്. റൈറ്ററും ഇദ്ദേഹം തന്നെയാണ്. പിന്നെ വേറെ ആളുണ്ട്, ജിഷ്ണു ശ്രീകുമാർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഇവരാണ് കഥ എഴുതിയിരിക്കുന്നത്. സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദുമാണ്. പടം നല്ല പടമാണ്. അത്യാവശ്യം അടിപൊളി മിസ്റ്ററി ത്രില്ലർ, കൊള്ളാം. ആക്ഷൻ സീൻസും ഉണ്ട്. ക്ലൈമാക്സ് ഭാഗത്തെത്തുമ്പോൾ ആക്ഷൻ സീൻസും ഉണ്ട്. അങ്ങനത്തെ പടം 2-2.25 മണിക്കൂർ കണ്ടുണ്ട് പടം. പക്ഷേ എനിക്ക് പേഴ്സണലി അത് അതിൽ കൂടുതലായിട്ട് തോന്നി. 3 മണിക്കൂറുള്ള പോലെയൊക്കെ തോന്നി. വലിച്ചു നീട്ടി കുറേയൊക്കെ. ഓക്കെ, ട്രിമ്മാക്കാമെന്നൊന്നും തോന്നി. പക്ഷേ ട്രിമ്മാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ലാഗായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായിരുന്നു. പിന്നെ ഇൻട്രോയിൽ പഞ്ച് അടിപൊളിയായിരുന്നു. ഇൻട്രോയിലെ കൊണ്ട് നിർത്തി രീതിക്ക് അടിപൊളിയായിരുന്നു. പിന്നെ ഓവറോൾ ഒരു ഡീസൻറ്റ് വാച്ച് തന്നെയാണ്. തിയേറ്റർ വാച്ച് റെക്കമെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. തിയേറ്റർ വാച്ച് തന്നെ മസ്റ്റാണെന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ മമ്മൂട്ടി അടിപൊളിയായിരുന്നു. വിനായകൻ സ്ഥാനത്ത് വേറെ ആരായാലും കുഴപ്പമില്ലായെന്ന് തോന്നി. വിനായകന് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടർ പോലെ എനിക്ക് തോന്നിയത് പേഴ്സണലി. പക്ഷെ വിനായകൻ ക്ലൈമാക്സ് സീൻസിലൊക്കെ വന്നപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. പക്ഷെ അതിന് മുമ്പൊക്കെ അഭിനയം കുറച്ച് എന്നാ അങ്ങനെ പറയുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ നമ്മളത് പുള്ളി അത് നാച്ചുറലായിട്ട് തോന്നിയില്ല. പിന്നെ സ്ക്രിപ്റ്റിൽ എഴുതിയേക്കുന്ന രീതിയിൽ സ്ക്രിപ്റ്റ് ഇങ്ങനെ പറയടാന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെയൊക്കെ തോന്നി പല സ്ഥലത്ത്. ഓക്കെ, വിനായകൻ്റെ സ്ഥലത്ത് വേറൊരാളാണെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നി. ഓക്കെ, മമ്മൂട്ടിയും വിനായകനും സീൻസൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പടം സ്കോർ അടിപൊളിയാണ്. പിന്നെന്താ പറയണേ, ഓവറോൾ ഡീസൻറ്റ് വാച്ച്. ക്ലൈമാക്സ് ഭാഗം നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിച്ചോ എന്ന് പറഞ്ഞ് തന്നേക്കും കുറച്ച് ഭാഗം. അവസാനം ഒരു പോർഷനിൽ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ കഥ അവിടെ തീർന്നേനെ. ഓക്കെ, നമുക്ക് അങ്ങനെ ഇറങ്ങി വരാം, നമുക്ക് കഥ മനസ്സിലായിട്ട് ഇറങ്ങി വരാം. പക്ഷെ അത് കഴിഞ്ഞ സീനോടെ കാണിച്ചു. അപ്പോൾ ആ സീനോടെ കാണിച്ചുകൊണ്ട് എങ്ങനെ വേണം ചിന്തിക്കാൻ നോക്കും. പല രീതിക്ക് ചിന്തിക്കാൻ പറ്റും. എന്താ സംഭവിച്ചേ, ഒരു 3-4 രീതിക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ അത് പറഞ്ഞ് ഞാൻ സ്പോയിലറായി പോകും കഥ. പിന്നെ മറ്റേ നമ്മുടെ ഈ പടം മമ്മൂട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് പടം ഇത്രയും ഇങ്ങനെ പോയത്. അല്ലെങ്കിൽ വേറൊരു നടനായിരുന്നുവെങ്കിൽ ഇത്രയും ഒരു ഇതുണ്ടാവില്ല. പടം പെട്ടെന്ന് തന്നെ ഓടി തിയേറ്ററിൽ നിന്ന് പോകും എന്തായാലും. മമ്മൂട്ടി ആയതുകൊണ്ട് 2-3 ആഴ്ച ഓടും എന്തായാലും. അല്ലെങ്കിൽ നോർമൽ വാച്ച് തന്നെ ഉള്ളൂ. അല്ലാതെ അതിഗംഭീരം ആണെന്ന് തോന്നിയില്ല. റേറ്റ് ചെയ്യുവാണെങ്കിൽ 10-ൽ 6 കൊടുക്കാനുള്ളൂ ഞാൻ. കാരണം കുറച്ച് സ്ഥലത്ത് ലാഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ലാഗായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് സ്പീഡ് കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. സ്കോർ അടിപൊളിയായിരുന്നു. സ്കോർ നൈസായിരുന്നു. ക്ലൈമാക്സ് ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, ചിന്തിക്കാനുണ്ട് കുറച്ച്. നമ്മളങ്ങനെ ആലോചിച്ചിട്ട് ഇറങ്ങുള്ളൂ. എന്താ സംഭവം അങ്ങനെ ആലോചിച്ച് നമ്മൾ ഇറങ്ങുള്ളൂ. അപ്പോൾ അതാണ്, അങ്ങനെ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും അങ്ങനെ വെച്ചത്. പിന്നെ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസും ഓറയൊക്കെ ചുമ്മാ സീനായിരുന്നു. അതാണ് എൻ്റെ റിവ്യൂ. ഒരു ആവറേജ് പടം.